നിലമ്പൂരുകാർ ഒന്നടങ്കം എൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്ന അൻവർ LDFിൻ്റെയും UDFിൻ്റെയും വോട്ടുകളിൽ വലിയ ഒരു ഭാഗം ഞാൻ തിരിച്ചെടുക്കും, എൻ്റെ അക്കൗണ്ടിലേക്കാകുമെന്ന് പറയുന്ന അൻവർ പിന്നീടങ്ങോട്ട് തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങളിൽ മതിമറന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രതീക്ഷകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രവചിക്കുന്ന അൻവർ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായിസത്തിനെതിരെ ഞാൻ ആണിയടിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഡിം ഡിം എന്ന സൗണ്ടോടുകൂടെ തന്നെ അൻവർ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. ഞാൻ MLA ആയി കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് നടന്നിട്ടായിരിക്കും, അത് നിലമ്പൂരുകാരുടെ കൂടെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ചിരിക്കുന്ന മാധ്യമങ്ങളോട് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി പറയുന്ന അൻവർ തെരഞ്ഞെടുപ്പിൽ തനിക്ക് കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷത്തെ ആവർത്തിച്ച് പറയുന്ന PV അൻവർ. എന്നാൽ ഇപ്പോഴിതാ അവസാനമായി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണമെന്ന ആഗ്രഹം പറയുന്ന PV അൻവർ. എവിടെ പോയി ഈ അൻവറിന്റെ ഈ ഒരു ആവേശവും ആത്മവിശ്വാസവും? ഈ ഒരു പ്രശ്നത്തിൽ അൻവറിനെ PC ജോർജുമായിട്ട് ഉപമിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ. അൻവറിനെ UDFിലേക്ക് എടുക്കാത്ത VD സതീശന്റെ നിലപാട് ഇപ്പോൾ ശരിയായി തോന്നുന്നുവെന്നും അൻവറിനെ ഒരിക്കലും ഇനി UDFിലേക്ക് എടുക്കരുത് എന്നും പലരും രാഷ്ട്രീയമായി നിരീക്ഷണങ്ങൾ നടത്തുന്നു. എന്നാൽ അൻവർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് വ്യക്തമായി ഒന്ന് കേട്ടു നോക്കാം. ഫലം വരുമ്പോൾ ഷൗക്കത്തിന് തിരക്കഥ എഴുതാനും തനിക്ക് നിയമസഭയിലേക്കും പോകാമെന്നായിരുന്നു വോട്ടെടുപ്പിന് ശേഷമുള്ള അൻവറിന്റെ പരിഹാസം. എന്നാൽ ഫലം വരാൻ ഒരു ദിവസം ശേഷിക്കെ അൻവർ മലക്കം മറിഞ്ഞു. താനും UDFും മത്സരിച്ചത് ഒരേ ശത്രുവിനെതിരെയാണ്. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഒരു പടി കൂടി കടന്നു അൻവർ. എന്റെ പോരാട്ടം പിണറായി സത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. UDF സ്ഥാനാർത്ഥി ജയിക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പൊ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അൻവറിന്റെ വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അൻവർ പറയുന്നത് ഞാൻ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജയിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ്. ഈ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അദ്ദേഹം മുന്നേ പറഞ്ഞു വെച്ച നിലപാടുകൾക്കെല്ലാം ഇത് വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്ത് തന്നെയായാലും അൻവറിന് ഇനി ഒരേ ഒരു അഭയ കേന്ദ്രമുള്ളത് അത് UDF തന്നെയാണ്. അൻവർ 15,000-ലധികം വോട്ടുകൾ നേടുകയാണെങ്കിൽ അൻവറിന് പിന്നിൽ വലിയൊരു ശക്തിയുണ്ടെന്ന് ജനം തിരിച്ചറിയുകയും അത് UDFിലേക്കുള്ള പ്രവേശനം സാധ്യമാകും എന്നതിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളെ വളരെ വ്യക്തമായി കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ കളികൾ കൂടെ അൻവർ നടത്തുന്നുണ്ട് എന്നതിൽ ഒരു സംശയവും നമുക്കില്ല.